പല ഉത്തരവാദിത്വങ്ങളും പല ഘട്ടങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. ഈ പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് വെല്ലുവിളികളും അതുപോലെ തന്നെ സാധ്യതകളുമുള്ളൊരു കാലഘട്ടമാണ്. ആ ഒരു കാലത്ത് രാജ്യം സമരസാന്ദ്രമായി നിൽക്കുന്ന ഒരു കാലത്ത് രാജ്യത്തെ ചെറുപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ വളരെ ധൈര്യത്തോടു കൂടി സമരം ചെയ്യുന്നത് രാജ്യ തലസ്ഥാനം കണ്ടുകൊണ്ടിരുന്ന ജന്തർ മന്ദിറിലെ പുതിയ കാലത്തെ ചെറുപ്പത്തിൻ്റെ സമരതീഷ്ണത കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിയെപ്പോലും രാജിവെപ്പിക്കാൻ താക്കത്തിലേക്ക് മാറിയ ഒരു കാലത്ത് കേരളത്തിലെ യുവജനങ്ങളുടെ നേതൃത്വമായി DYFI പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. രാജ്യത്തും ആ സമരത്തിൻ്റെ ഭാഗമായിരുന്നു DYFI. ഈ ഒരു ഘട്ടത്തിൽ DYFIയുടെ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നല്ല രൂപത്തിൽ ജനങ്ങൾക്കും യുവജനങ്ങൾക്കും ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കും ഗുണം ചെയ്യുന്ന നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാകണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെല്ലാവരും DYFI ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നൊരു പദ്ധതി സാധ്യമാക്കാൻ കഴിഞ്ഞത്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് സ്നേഹത്തിൽ പൊതിഞ്ഞാണ് മനുഷ്യർക്ക് കൊടുക്കാനുള്ള ഭക്ഷണപ്പൊതികൾ നൽകിയിട്ടുള്ളത്. അത് ഈ നാട് കേരളം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് DYFI ആണ്. രക്തം ദാനം ചെയ്യുന്ന സംഘടനയാണ്. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് അതിനെ സംരക്ഷിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ചെറുപ്പത്തിൻ്റെ സംഘടനയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കെതിരെ നിയമപോരാട്ടം നടത്തിയ ആ ഇരകൾക്കൊപ്പം ചേർന്ന് നിന്ന സംഘടനയാണ്. YLF പോലെയുള്ള അന്താരാഷ്ട്ര ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനത്തെ സർഗാത്മകമാക്കി മാറ്റാൻ പ്രവർത്തിച്ച സംഘടനയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ സമരപോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയുമാണ്. വരും നാളുകളെന്ന് പറയുന്നത് വളരെ ശക്തമായ സമരങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം അങ്ങേയറ്റം തെറ്റായ സമീപനമാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇന്നലെ നിങ്ങൾ തന്നെ വാർത്ത പുറത്തുവിട്ടു. കൊല്ലത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ വെളിപ്പെടുത്തൽ, അദ്ദേഹത്തെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വച്ച് എത്ര ഭീകരമായിട്ടാണ് മർദ്ദിച്ചത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് തീക്ഷ്ണമായ സമരങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെയുള്ള തീക്ഷ്ണമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാലമാണിത്. ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ ഉൾപ്പെടെ വെട്ടിമുറിക്കാനുള്ള സമീപനം, അതിനെതിരെ സമരം ആരംഭിച്ചു കഴിഞ്ഞു. നാളെ മറ്റു റെയിൽവേ സ്റ്റേഷനുകളിലേക്ക്, പാലക്കാട് ഡിവിഷനിൽ ഉള്ള റെയിൽവേ സ്റ്റേഷനുകളിലേക്കുള്ള മാർച്ചിന് DYFI കോൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഏറ്റവും ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സമരരംഗത്തുള്ളത്. DYFI സമര സംഘടനയായിരിക്കുമോ, സർഗാത്മക സംഘടനയായിരിക്കുമോ, അതോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരിക്കുമോ കൂടുതൽ? രാഷ്ട്രീയ പ്രവർത്തനം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതകളാകുമെന്നാണല്ലോ പറയുന്നത്. ഞങ്ങളെപ്പോഴും സമരം ചെയ്യുന്നത് ഈ നാടിന് വേണ്ടിയാണ്. ഉയർന്നു വരുന്ന വിഷയങ്ങൾക്കനുസൃതമായിട്ടാണ് സമരങ്ങളുടെ രൂപവും അതിൻ്റെ ഭാവവും ഉണ്ടാവുക. ഏത് രൂപത്തിൽ സമരം ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് ഭരണകൂടത്തിൻ്റെ സമീപനമാണ്. നിലവിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിലെ ഗവൺമെൻറ്റും അങ്ങേയറ്റം യുവജന വിരുദ്ധ സമീപനമാണ്. അതുകൊണ്ട് തന്നെ തീക്ഷ്ണമായ സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും. ഒപ്പം ഞങ്ങൾ തുടർന്നു വരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു തരി പോലും പിന്നോട്ടടിയില്ലാതെ, ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാതെ അത്തരം ഹൃദയപൂർവ്വം പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, രക്തദാനം പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, പുതിയ 2 പദ്ധതികളുണ്ട്. ഹെലോ ടു AI, അതുപോലെ തന്നെ ഹൃദയതാളം. ജീവിതശൈലി രോഗങ്ങൾ മൂലം ഒരുപാട് പേർ ഇപ്പോൾ ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിൻ്റെ കണക്കുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CPR പരിശീലനം ഉൾപ്പെടെ ചെറുപ്പത്തിന് നൽകുന്ന യൂത്ത് ബ്രിഗേഡിൻ്റെ പുതിയ പദ്ധതിയാണ് ഹൃദയതാളം. അതുപോലെ AI-യുടെ സാധ്യതകൾ, പുതിയ തലമുറയെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഹെലോ ടു AI. അങ്ങനെ ഒരുപാട് പുതിയ സർഗാത്മകമായ പദ്ധതികളുണ്ട്. അതോടൊപ്പം നാടിൻ്റെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങൾക്ക് തെരുവുകളിൽ ഞങ്ങൾ ശക്തമായ നേതൃത്വം ഇന്നലകളിലെ പോലെ നടത്തും. കഴിഞ്ഞ 10 വർഷത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലുള്ളത്. സ്വാഭാവികമായും സമര സംഘടനയായി DYFIക്ക് മാറേണ്ടി വരും. ആ സമരങ്ങൾക്കായിരിക്കുമോ ഇനി കേരളം സാക്ഷിയാവുക? ഒപ്പം കേന്ദ്രത്തിനെതിരെയുള്ള സമരവും ശക്തിപ്പെടുത്തേണ്ട ആവശ്യം? തീർച്ചയായും ഈ ഒരു 3 മാസക്കാലം മാത്രമായൊരു ഗവൺമെൻറ് എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് പെരുമാറുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. വീടുകളിൽ നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കില്ല എന്ന് പറയുകയാണ്.
അത് തന്നെ കേട്ടാൽ അറിയാം ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണെന്ന്. തളർന്നു കിടക്കുന്ന മനുഷ്യർ, വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത മനുഷ്യർ, അവരുടെ കയ്യിലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ 2000 രൂപ വീടുകളിൽ എത്തിച്ചു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ജനങ്ങളോട് എന്ത് സമീപനമാണ് ശ്രീ വി.ഡി. സതീശൻ ഗവൺമെൻറ്റിനുള്ളത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നതും അദ്ദേഹം പുസ്തകങ്ങളെ പ്രണയിക്കുന്നു, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നു, വായനയെ ഇഷ്ടപ്പെടുന്നു, ഹൃദയത്തിനകത്ത് വലിയ ആർദ്രതയാണുള്ളത് എന്നൊക്കെ ഉള്ള PR പ്രചരണങ്ങളാണല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആർദ്രതയുള്ളൊരു മനുഷ്യനാണോ വീട്ടിൽ തളർന്നു കിടക്കുന്ന അച്ഛനും അമ്മയ്ക്കും വീടുകളിൽ LDF ഗവൺമെൻറ് എത്തിച്ചു കൊടുത്ത ക്ഷേമ പെൻഷൻ ഇനി മുതൽ നൽകില്ല, നിങ്ങൾ പോയി വാങ്ങണം എന്ന് പറയുന്നത്? അപ്പോൾ അതാണ് ഈ കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഇതിനെതിരെ തെരുവുകളിൽ വളരെ ശക്തമായ സമരത്തിന്, വളരെ വലിയ യുവജന മുന്നേറ്റത്തിന് DYFI നേതൃത്വം നൽകും. ഈ CJP സമരങ്ങളടക്കം നമ്മുടെ മുമ്പിലുണ്ട്. DYFIയുടെ സമരത്തിന്റെ രൂപത്തിന്റെയും അതിന്റെ ഒരു സംഘടനാപരമായ രീതി മാറേണ്ടതുണ്ട് ചിന്തിക്കുന്നുണ്ടോ പുതിയ നേതൃത്വം? ഓരോ കാലത്തിനനുസൃതമായി സമരരൂപങ്ങൾക്കകത്ത് മാറ്റം വരും. സമയക്രമത്തിനകത്ത് ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായി വരും. കാലഘട്ടം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തേണ്ടതായി വരും. പുതിയ തലമുറയുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ആസ്പിറേഷൻസ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള സമരമാർഗങ്ങളും സമര രീതികളുമായിരിക്കും വരും കാലങ്ങളിൽ DYFI സ്വീകരിക്കുക. ഈ പ്രദേശത്തുള്ള മുഴുവൻ പ്രവാചക സ്നേഹികളെയും ഞങ്ങൾ സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. നാളെ വൈകിട്ട് കൊല്ലം. എന്നെ വിമർശിച്ച എല്ലാവരോടും എനിക്ക് അങ്ങേയറ്റത്തെ നന്ദിയാണുള്ളത്. കാരണം ഓരോ ദിവസവും എന്നെ കൂടുതൽ ഒരു ബെറ്റർ പേഴ്സണാക്കി മാറ്റാൻ നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പലരും വ്യക്തിപരമായി പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വന്നപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തുടർന്ന് മുമ്പോട്ട് പോകേണ്ടത് ഏത് വിധത്തിലാണ് എന്നുള്ള നിലയിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിലുള്ള മനുഷ്യനാണല്ലോ, മനുഷ്യ സഹജമായ പിഴവുകളും തെറ്റുകളും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അത് ഒരു അനുഭവമാണ്, അതൊരു പാഠമാണ്. ആ പാഠം തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകുന്നത്. വലിയൊരു ഉത്തരവാദിത്വമാണ്. കേരളത്തിലെ സമരസംഘടനയുടെ നേതൃത്വത്തിലേക്ക് ഒരു യുവതി എന്ന നിലയിൽ വരുന്നു എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. അത് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പെൺകുട്ടികൾക്കും മുഴുവൻ യുവതികൾക്കും ലഭിച്ച അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ സമൂഹം വളരെയധികം പുരുഷ മേധാവിത്വം നിറഞ്ഞൊരു സമൂഹമാണ്. അതിൻ്റെ പരിച്ഛേദം എല്ലായിടത്തും കാണാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ കമ്മിറ്റിയിൽ 25% പെൺകുട്ടികളെ ഉൾപ്പെടുത്താൻ, യുവതികളെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ക്യൂർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള ഡോക്ടർ അനഖുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ളൊരു ഇടപെടൽ DYFIക്കകത്ത് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. ഇതിൽ കൂടുതൽ ആളുകൾ, ഇതിൽ കൂടുതൽ യുവതികൾ, ഇതിൽ കൂടുതൽ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ ഇതിൻ്റെ പ്രധാനപ്പെട്ട വേദികളിലേക്ക് എത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതിനാവശ്യമായൊരു നിലയിലേക്ക് നമ്മുടെ സംഘടനയെ വിപുലീകരിക്കാൻ, അതിനാവശ്യമായ നിലയിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ തീർച്ചയായും ഈ കാലയളവിൽ ഞങ്ങൾ പരിശ്രമിക്കും. മദ്യവും മയക്കുമരുന്നും നമ്മുടെ യുവതലമുറയെ വലിയ തോതിൽ ബാധിക്കുന്ന വിഷയമാണ്. DYFI തുടർന്ന് വരുന്ന വലിയൊരു ക്യാമ്പയിനുണ്ട് ലഹരിക്കെതിരെയുള്ള. ആ ക്യാമ്പയിനകത്ത് തീർച്ചയായും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അവിടെയാണ് ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്. ഞങ്ങൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ എല്ലാ സമീപനങ്ങൾക്കും എതിരെ സമരം ചെയ്യുന്നവരല്ല. ഇപ്പോൾ തൂഫാൻ പോലെയുള്ള പദ്ധതി കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അത് ലഹരിക്കെതിരെയുള്ള പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അതിനോടൊപ്പം ചേർന്ന് നിൽക്കും. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിമുക്തി പോലെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഭാഗത്ത് തൂഫാൻ എന്ന് പറഞ്ഞിട്ട് മറുഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യം നാട്ടിൽ വിളമ്പാൻ വേണ്ടിയുള്ള ഫയല് വളരെ വേഗത്തിൽ ഒപ്പിടുകയും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഫയൽ ഒപ്പിടാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം, ആ UDF രാഷ്ട്രീയത്തിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ലഹരിക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. നമ്മുടെ സമൂഹത്തിനകത്ത് പൊതു ഇടങ്ങൾ ശക്തിപ്പെടുത്തണം. ചെറുപ്പത്തെ മറ്റു മേഖലകളിലേക്ക്, കായിക കലാ മേഖലകളിലേക്ക് അവരുടെ കഴിവിനെ തിരിച്ചുവിട്ട് അത്തരം പോസിറ്റീവ് സൈഡിലേക്ക് ചാനലൈസ് ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി DYFI നേതൃത്വം നൽകും.